ഹായ്, നമുക്കിന്ന് ഊണ് കഴിക്കാൻ നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിലേക്ക് വിട്ടാലോ? പോലേ. ഇവിടെ ഇന്ന് എന്താ സ്പെഷ്യലെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് സമയം. ഇവിടെ നമ്മൾ ഡോക്ടറെയൊക്കെ കാണാനിരിക്കുന്ന പോലെ തന്നെ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മുടെ പേര് ഇങ്ങനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് കയറുന്നൊരു സംഭവമില്ലേ, അതായിരുന്നു. ഞങ്ങൾക്ക് ബാൽക്കണി തന്നെ നല്ലൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അവർ ഓർഡർ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. നല്ല വരാൽ കറി, നമ്മൾ ചേർത്തലക്കാരായതുകൊണ്ട് തന്നെ ഈ വരാൽ കറിയിലോട് കമ്പമുള്ള കുറച്ച് ആൾക്കാരാണല്ലോ നമ്മളല്ലേ. അപ്പോൾ വരാലിൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് മീൻ മുട്ടയെന്ന് പറയും. മീൻ മുട്ട ഫ്രൈ ഒക്കെ ചെയ്തിട്ട് നല്ല തേങ്ങാപ്പീരയൊക്കെ ഇട്ട് സെറ്റാക്കിയൊരു കറി. പിന്നെ ഒരെണ്ണം അതാ കൊഞ്ച് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക, കൊതി വരും ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ അതെ ഈ പാൽക്കപ്പയെന്ന് പറയുന്നൊരു സംഭവം, അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇത് വേറെ ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ തന്നെ കിട്ടുകയുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കറികളും അതുപോലെ തന്നെ എല്ലാം. ഇവിടെ നമുക്ക് നല്ല നീറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കട അതായിരുന്നു. വലിയ റേറ്റും നമുക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ നമ്മൾ പാൽക്കപ്പ എടുത്തിട്ട് ഒരു ഇച്ചിരി എടുത്ത് അങ്ങോട്ട് വെച്ച് ആ കറിയൊക്കെ കൂട്ടി അങ്ങോട്ടൊരു പിടി പിടിച്ചാണ്ടല്ലോ, എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതായിരുന്നു സംഭവം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ലൊരു ഊണ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഈ വെറൈറ്റി ഐറ്റംസിൽ നമുക്ക് തോന്നുന്ന ഒരു സംഭവം, ഈ കൊഴുവ ഫ്രൈ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് നന്നായിട്ട് നല്ല മുരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തേക്കുന്ന ഒരു സംഭവമായിരുന്നു. അതും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. പിന്നെ എന്താ പറയുക, അവിടുന്ന് എരിവെല്ലാം കഴിച്ചതിൻ്റെ ആ ഒരു ഫീല് മാറാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഐസ്ക്രീം അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതും 2 വാങ്ങി അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അത് ഇറങ്ങാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ 11 മൈൽ ഹൈവേക്ക് പടിഞ്ഞാറ് വശത്തുള്ള റോഡ് വഴി പോയാൽ മതിയാവും. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട.